വേറെ ഒത്തിരിയേറെ തകരാറുകൾ കുഞ്ഞിന് ഗർഭശിശുവിന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വയറെ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, അവരാരും നീ കൈവിടരുത്. അവരനുഗ്രഹത്തേക്കാൾ ഉപരി അവരെ കൃപയുടെ ദൈവികമായ ശക്തിയാൽ അവരെ നീ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാൽനടയായി പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വാഹനം ഹയർ ചെയ്ത് പോകുന്നവർ പ്രാർത്ഥിക്കുന്നു. അവർ തിരിച്ചെത്തുന്നവരെ കിരുബുകളുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സുരക്ഷിതം കൊണ്ടാവട്ടെ. നിങ്ങൾ കമ്പോളങ്ങളും കച്ചവടങ്ങളും വ്യാപാരങ്ങളും എഗ്രിമെൻറ്റുകളും കരാറുകളും ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം പാലിക്കപ്പെടുവാനും അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പണം കയ്യിൽ നിന്നും മോശം വന്നിട്ട് അന്യാധീനപ്പെട്ടു പോയി മറ്റുള്ള കൈകളകപ്പെട്ടിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അതിൻ്റെ പേര് വീട്ടിൽ ഭയങ്കര വഴക്കും അസമാധാനം അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. ഭക്ഷണം പോലും കഴിക്കാത്തവരുണ്ട് ഈശോയെ. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വളരെ ഇറങ്ങിപ്പോയി കളഞ്ഞാൽ മതിയെന്ന് ചിന്തിച്ച് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, നിൻ്റെ യോഗ്യതയല്ല മകനെ മകളെ നീ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശക്തിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളിന്ന് വായിക്കുന്ന ഇന്നത്തെ സന്ദേശം കൃപയുടെ സ്രോതസ്സുകൾ